മിറക്കിൾ മോർണിംഗ്സ് എന്ന മോർണിംഗ് പ്രാക്ടീസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് സെർവേഴ്സ് എന്ന 4th ലെറ്റേഴ്സ്, അതായത് ഇ ഫോർ എക്സസൈസ് എന്ന എക്സസൈസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വ്യായാമത്തിന് നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അസുഖത്തിന് നിങ്ങൾ സമയം മാറ്റിവെക്കേണ്ടി വരും. രാവിലത്തെ വ്യായാമം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗമാക്കുക. ഏതാനും നിമിഷം നേരത്തെ വ്യായാമം പോലും നിങ്ങളുടെ ഉന്മേഷം വർദ്ധിപ്പിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ആത്മവിശ്വാസം ഉയർത്തുകയും വൈകാരിക പക്വതയിലേക്ക് വളർത്തുകയും വ്യക്തമായി ചിന്തിക്കുന്നതിനും തുടർച്ചയായി ഏകാഗ്രത പുലർത്തുന്നതിനും പ്രാപ്തമാക്കുകയും ചെയ്യും. 60 സെക്കൻഡ് നേരത്തെ വ്യായാമം പോലും നിങ്ങളെ വേറൊരു തലത്തിലേക്ക് ഉയർത്തും. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ താക്കോൽ എന്ന പോലെ എല്ലാ പ്രഭാതങ്ങളും വ്യക്തിപരമായി വിജയിക്കുന്നതിനുതകുന്ന ഒരു ശീലത്തോടെ നിങ്ങൾ തുടങ്ങുക. പ്രഭാത വ്യായാമത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഏറ്റെടുക്കുക. പ്രഭാത വ്യായാമം നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു, രക്തചംക്രമണം കൂട്ടുന്നു, ശ്വാസകോശങ്ങളിൽ ഓക്സിജൻ നിറയ്ക്കുന്നു. ദിവസത്തിൻ്റെ ഒടുവിലോ മധ്യത്തിലോ വ്യായാമം ചെയ്തതുകൊണ്ട് അത്ര കാര്യമില്ല. ആ സമയങ്ങളിലാണ് വ്യായാമം ചെയ്യാൻ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ പുലർച്ചെ 10-20 മിനിറ്റ് നേരം കൈകാലുകൾ ഉപയോഗിച്ചുള്ള ജമ്പിങ് ജാക്ക് അതല്ലെങ്കിൽ എയറോബിക്സ് എങ്കിലും ചെയ്തിരിക്കണം. പ്രഭാത വ്യായാമത്തിൻ്റെ പ്രയോജനങ്ങൾ അവഗണിക്കാനാകാത്ത വിധം വളരെയധികമാണ്. നിങ്ങളെ ഉണർത്തി മനസ്സ് ജാഗ്രതയിലേക്ക് ഉയർത്തുന്നത് മുതൽ ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്തുന്നത് വരെ വിവിധ മാർഗങ്ങളിലൂടെ പുലർച്ചെയുള്ള വ്യായാമം നിങ്ങളുടെ ജീവിതത്തെ ഗുണപരമാക്കുന്നു. ജിമ്മിൽ പോകണമെന്നോ നടക്കണമെന്നോ ഓടണമെന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാവുന്നതാണ്. യോഗ പരിശീലിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നതാണ്. അതൊരു പരിപൂർണ വ്യായാമമാണ്. കൈകാലുകൾക്ക്, ഹൃദയത്തിന്, ശ്വാസകോശങ്ങൾക്ക് തുടങ്ങി ജീവിതത്തിലെ എല്ലാ അവയവങ്ങളെയും അത് ഉന്മേഷഭരിതമാക്കുന്നു. അതിനൊപ്പം അത് ധ്യാനത്തിൻ്റെ ഗുണവും ചെയ്യുന്നു, അതായത് മെഡിറ്റേഷൻ. ആരോഗ്യവും ഉന്മേഷവും നിലനിർത്താൻ ദിനേന വ്യായാമം ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം. അതൊരു വാർത്തയല്ല ആർക്കും. എന്നാൽ എന്തുകൊണ്ട് വ്യായാമം ചെയ്യുന്നില്ല എന്നതിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഒഴിവുകഴിവ് കണ്ടെത്താനാകും. സമയമില്ല എന്നതും എന്നും പറയുന്ന വാക്കാണ് ക്ഷീണമാണ് എന്നതും അവയിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒഴിവുകഴിവുകൾക്ക് അതിരില്ല. നിങ്ങളുടെ ഭാവനാശക്തിക്ക് അനുസരിച്ച് ഒഴിവുകഴിവുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ദിവസത്തിൻ്റെ തിരക്കുകൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും മുമ്പ്, നിങ്ങൾ ക്ഷീണിക്കും മുമ്പ്, പുതിയ ഒഴിവുകഴിവുകൾ എത്തും മുമ്പ് അത് സംഭവിക്കുന്നു. എല്ലാ ഒഴിവുകഴിവുകളും ഒഴിവാക്കി വ്യായാമം പതിവാക്കാനുള്ള ഒരു ഉറപ്പ് നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. കാരണം വ്യായാമം നമ്മളുടെ ലൈഫിനെ മൊത്തം മാറ്റിമറിക്കുന്നതാണ്. നമുക്ക് സ്വയം ഒരു ഊർജ്ജശക്തി നമുക്ക് വ്യായാമത്തിലൂടെ ലഭിക്കുന്നതാണ്. സ്ഥിരമായ വ്യായാമം നമ്മുടെ പല രോഗങ്ങളെയും മാറ്റിമറിക്കുന്നതാണ്. നമുക്ക് മെഡിസിൻ ഇല്ലാത്ത ഒരു ലൈഫ് വ്യായാമം സ്ഥിരമാക്കുന്നതിലൂടെ ലഭ്യമാകുന്നതാണ്. തീർച്ചയായും എല്ലാവരും സെൽഫ് ലവ്, അവനവനോട് സ്നേഹമുള്ള എല്ലാവർക്കും വ്യായാമം ചെയ്യുന്നതിന് ഒരു മടിയും കാണില്ലെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. സ്വയം സ്നേഹിക്കുന്നവർ സ്വന്തം ആരോഗ്യത്തെയും കൂടുതലായി ശ്രദ്ധിക്കുന്നവരാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. ബൈ, ടേക്ക് കെയർ.